നമ്മളെല്ലാവരും കാത്തിരുന്ന ദൃശ്യം 3യുടെ ഇപ്പോൾ തിയേറ്റർ റിലീസ് നടന്നിരിക്കുകയാണ്. അപ്പോൾ ദൃശ്യം 3 തിയേറ്ററിൽ വരുന്നതിന് മുമ്പായിട്ട് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു. കാരണം ദൃശ്യം 1ഉം 2ലുള്ള ആ സസ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും ഈ ഒരു സിനിമയിൽ ലഭിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നു. ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് ഈ വർഷത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു ചിത്രത്തിലേക്കാണ് ദൃശ്യം 3യുടെ ആ ഒരു റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദൃശ്യം 3 ഇതിനകം കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടതായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അല്ല ഈ ആഴ്ച തന്നെ കാണാൻ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ പോകുന്ന ഏത് തിയേറ്ററിലാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായിട്ട് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന ദൃശ്യം 3യിലെ താരങ്ങളുടെ പ്രായമാണ്. ഇപ്പോൾ ജീത്തു ജോസഫാണ് ഇതിൽ ആദ്യമുള്ളത്. ജീത്തു ജോസഫ് ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 55 ആയിരുന്നു. അടുത്തത് ജോണി ആൻ്റണിയാണ്. ജോണി ആൻ്റണി ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 61 ആയിരുന്നു. അടുത്തത് ബിജു മേനോനാണ്. ബിജു മേനോൻ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 55 ആണ്. അടുത്തത് സൗമ്യ ഭാഗ്യൻ പിള്ളയാണ്. സൗമ്യ ഭാഗ്യൻ പിള്ള ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 30 ആയിരുന്നു. അടുത്തത് ജയശങ്കറാണ്. ജയശങ്കർ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 45 ആയിരുന്നു. അടുത്തത് പ്രശാന്ത് മാധവാണ്. പ്രശാന്ത് മാധവ് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 40 ആയിരുന്നു. അടുത്തത് അനീഷ് ജി മേനോനാണ്. അനീഷ് ജി മേനോൻ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 40 ആയിരുന്നു. അടുത്തത് സജിത ശ്രീജിത്ത് ആണ്. സജിത ശ്രീജിത്ത് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 35 ആയിരുന്നു. അടുത്തത് രഞ്ജിനി ജോർജ് ആണ്. രഞ്ജിനി ജോർജ് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 40 ആയിരുന്നു. അടുത്തത് പ്രിയ സതീഷാണ്. പ്രിയ സതീഷ് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 38 ആയിരുന്നു. അടുത്തത് ലിഷോയാണ്. ലിഷോ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 50 ആയിരുന്നു. അടുത്തത് നിഖിൽ നായരാണ്. നിഖിൽ നായർ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 30 ആയിരുന്നു. അടുത്തത് ശ്രദ്ധ ഗോകുലാണ്. ശ്രദ്ധ ഗോകുൽ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 28 ആയിരുന്നു. അടുത്തത് കൃഷ്ണപ്രഭയാണ്. കൃഷ്ണപ്രഭ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 40 ആയിരുന്നു. അടുത്തത് ആൻ്റണി പെരുമ്പാവൂരാണ്. ആൻ്റണി പെരുമ്പാവൂർ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 58 ആയിരുന്നു. അടുത്തത് ശ്രീകാന്ത് മുരളിയാണ്. ശ്രീകാന്ത് മുരളി ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 60 ആയിരുന്നു. അടുത്തത് മുഹമ്മദ് മുസ്തഫയാണ്. മുഹമ്മദ് മുസ്തഫ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 35 ആയിരുന്നു. അടുത്തത് റിയാസ് നർമ്മകലയാണ്. റിയാസ് നർമ്മകല ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 45 ആയിരുന്നു. അടുത്തത് ആദം അയ്യൂബാണ്. ആദം അയ്യൂബ് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 50 ആയിരുന്നു. അടുത്തത് ശിവ ഹരിഹരനാണ്. ശിവ ഹരിഹരൻ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 25 ആയിരുന്നു. അടുത്തത് KB ഗണേഷ് കുമാറാണ്. അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 62 ആയിരുന്നു. അടുത്തത് ഇർഷാദ് അലിയാണ്. ഇർഷാദ് അലി ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 50 ആയിരുന്നു. അടുത്തത് ദിനേശ് പ്രഭാകറാണ്. ദിനേശ് പ്രഭാകർ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 45 ആയിരുന്നു. അടുത്തത് അജിത് കൂത്താട്ടുകുളമായിരുന്നു. അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 40 ആയിരുന്നു. അടുത്തത് സുമേഷ് ചന്ദ്രനാണ്. സുമേഷ് ചന്ദ്രൻ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 42 ആയിരുന്നു. അടുത്തത് ശാന്തി മായാദേവിയാണ്. അവർ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 36 ആയിരുന്നു. അടുത്തത് വീണ നന്ദകുമാറാണ്. വീണ നന്ദകുമാർ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 30 ആയിരുന്നു. അടുത്തത് ആശാ ശരത്താണ്. ആശാ ശരത്ത് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 50 ആയിരുന്നു. അടുത്തത് മുരളി ഗോപിയാണ്. മുരളി ഗോപി ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 54 ആയിരുന്നു. അടുത്തത് കലാഭവൻ ഷാജോൺ ആണ്. കലാഭവൻ ഷാജോൺ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 45 ആയിരുന്നു. അടുത്തത് സിദ്ദിഖാണ്. സിദ്ദിഖ് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 63 ആയിരുന്നു. അടുത്തത് എസ്തേർ അനിലാണ്. എസ്തേർ അനിൽ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 24 ആയിരുന്നു. അടുത്തത് അൻസിബ ഹാസനാണ്. അൻസിബ ഹാസൻ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 34 ആയിരുന്നു. അടുത്തത് മീനയാണ്. മീന ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 49 ആയിരുന്നു. അടുത്തത് മോഹൻലാലാണ്. മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 65 ആയിരുന്നു.
അപ്പോൾ സിനിമ കാണാത്തവരെന്തായാലും തീർച്ചയായിട്ടും സിനിമ കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക. സിനിമ കണ്ടവർ പറയുക നിങ്ങൾക്ക് ദൃശ്യം 1 ആണോ അതോ 2 ആണോ അതോ ഇപ്പോൾ കണ്ട 3 ആണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ ദൃശ്യം 1നും 2നും ഇല്ലാത്ത എന്ത് ക്വാളിറ്റിയാണ് ദൃശ്യം 3ക്ക് നിങ്ങൾ കണ്ടതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാണാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ സിനിമ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളും ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.